സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷയിൽ ഇളവ് വരുത്താനാകുമോ എന്ന് പരിശോധിക്കുന്നതായി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഒമാൻ അംബാസഡറുമായി സംസാരിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി. ഞാൻ ഇന്നലെ പ്രൈം മിനിസ്റ്റർക്കും അതിന്റെ മെറ്റീരിയൽ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡൈനിങ് ടേബിളിലൊരു അവിടെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള നിയമപരമായ സാഹചര്യം ഇലക്ഷന്റെ പശ്ചാത്തലത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ രാത്രി വിളിക്കുന്ന സമയത്ത് സംസാരിക്കുകയോ ചെയ്യും. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാറുണ്ട്. അശ്വിൻ, ഈ വധശിക്ഷയിൽ ഇളവ് നൽകാൻ സൗദിയിലെ മലയാളിക്ക് അതിന് ഏത് തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് ഈ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ശ്രമം നടത്തിയെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്? അതിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കാം? ഗോപീഷൻ, എന്തായാലും സുരേഷ് ഗോപി വലിയ പ്രതീക്ഷയിലാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാൻ സൗദി ഭരണകൂടത്തെ കൊണ്ട് പ്രേരിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൗദി അംബാസഡറുമായി, ഇപ്പോൾ ഒമാൻ അംബാസഡറുമായി കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടലാണ് സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇന്നലെ സൗദി അംബാസഡറുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവരുടെ മറുപടി ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സൗദിയിൽ ഓഫീസ് സമയം ആരംഭിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സൗദി ഭരണകൂടത്തിന്റെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ് സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഇടപെടൽ സുരേഷ് ഗോപി നേരിട്ടുള്ളതാണ്. അതിനു പുറമെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ സുരേഷ് ഗോപി വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കുണ്ടായ അല്ലെങ്കിൽ മുൻകാലങ്ങളുണ്ടായ സൗദിയുമായുള്ള ബന്ധം ഇന്ത്യ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ വലിയ പ്രതീക്ഷ വെക്കുന്ന ഘടകമാണ്. ഒപ്പം നരേന്ദ്രമോദിയുമായി നരേന്ദ്രമോദിയുമായി സൗദി ഭരണകൂടത്തിലുള്ള അടുത്ത ബന്ധമൊക്കെ ഈ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് അവർ വിശ്വസിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ 3 മാസം എന്നുള്ളൊരു നീട്ടിവെക്കാൻ, വധശിക്ഷ 3 മാസത്തേക്ക് നീട്ടിവെക്കാനുള്ള ഇടപെടലാണ് നടത്തിയതെങ്കിൽ ഇപ്പോൾ അത് ഒരുപടി കൂടി കടന്ന് വധശിക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി സൗദിയിൽ നിന്നുള്ള ഒരു മറുപടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. ഗോപികൃഷ്ണൻ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.